പ്രവർത്തകരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഏതാനും നിമിഷങ്ങൾക്ക് സാക്ഷാത്കരിക്കും. നമസ്കാരം. കേരളത്തിലെ BJP പ്രവർത്തകരുടെ ഏറെ നാളത്തെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാജി ഇപ്പോൾ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എന്തായാലും തത്സമയ ദൃശ്യങ്ങൾ കാണാം. ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഏതാനും നിമിഷങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി പ്രവർത്തകരുടെ മോക്ഷത്തിനൊപ്പം രൂപ ശേഖരിച്ചുകൊണ്ട് വാങ്ങിയ ഭൂമിയിൽ നമ്മളൊരു മഹത്തായ സൗധം പണിതിരിക്കുകയാണ്. ഈ സൗധത്തിന് കേരളത്തിലെ ലക്ഷോപലക്ഷം പ്രവർത്തകരുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയുമായ ശക്തിയുണ്ട്. ഒരു വികാരമാണ്. ഇവിടെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സമാരാധനായിട്ടുള്ള ശ്രീ അമിത്ഷാജി ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാരെ ഓരോരുത്തരെയും കണ്ട് അഭിവാദ്യം അർപ്പിച്ച് അദ്ദേഹം ഇതാ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ അനന്തപുരിയിലേക്ക് പതിനായിരക്കണക്കിന് പ്രവർത്തകർ കേരളത്തിൽ നേരിട്ടും അതോടൊപ്പം തന്നെ വെർച്വലുമായി പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. ശ്രീ അമിത്ഷാജി ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇവിടെ ക്ഷണിക്കപ്പെട്ട നമ്മുടെ അതിഥികളെ അഭിവാദ്യം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അനന്തപുരിയിലേക്ക് മാരാർജി ഭവനിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അമിത്ഷാജി ഇവിടെ പ്രത്യേകം ക്ഷണിതാക്കളായിട്ടുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് പ്രിയപ്പെട്ടവരെ, മാരാർജി ഭവൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. 25 വർഷമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ സ്വപ്നമായിരുന്ന മാരാർജി ഭവൻ ഇതാ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഉടൻ തന്നെ നമ്മുടെ പാർട്ടിയുടെ
ദേശീയ നേതാവും മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ അമിത്ഷാജി ഇവിടെ ഈ പതാക ഉയർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയാങ്കിത ഹരിത കാവ്യ പതാക ഈ മാരാർജി ഭവന്റെ മുന്നിൽ സമാരാധനായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, താമരയാങ്കിത ഹരിത കാവ്യ പതാക മാരാർജി ഭവന്റെ ഈ തിരുമുറ്റത്ത് ഉയർത്തിക്കൊണ്ട് ശ്രീ അമിത്ഷാജി ഈ മഹാസൗധത്തിന്റെ ഉടൻ വൃക്ഷത്തൈ നടുകയാണ്. ഈ മാരാർജി ഭവന്റെ മുമ്പിൽ വൃക്ഷത്തൈ നടുകയാണ് ശ്രീ അമിത്ഷാജി. അമിത്ഷാജിയുമായി ചേർന്ന് ഈ ബഹുമാനിയായിട്ടുള്ള നമ്മുടെ പതാക ഉയർത്തിയതിനു ശേഷം വൃക്ഷത്തൈ നട്ടുകൊണ്ട് കേരളത്തിന്റെ വൃക്ഷമായിട്ടുള്ള കണിക്കൊന്ന മാരാർജി ഭവന്റെ മുമ്പിൽ നട്ടുകൊണ്ട് ശ്രീ അമിത്ഷാജി ആ ചടങ്ങ് നിർവഹിച്ചു. നമ്മുടെ മാരാർജി ഭവന്റെ ഫലകവിത അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാരാർജി ഭവനിത കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകർക്കും ഈ നാടിനും സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ശ്രീ അമിത്ഷാജിയുടെ നേതൃത്വത്തിൽ. അമിത്ഷാജിയും സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ CK പത്മനാഭൻ, ശ്രീ PK കൃഷ്ണദാസ്, ശ്രീ B മുരളീധരൻ, ശ്രീ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇത് ഓഫീസിനകത്തേക്ക് വരികയും സജ്ജമാക്കിയിരിക്കുന്ന ഭദ്രദീപം തെളിയിക്കുന്നതോടുകൂടി ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ഭദ്രദീപം തെളിയിച്ച് ശ്യാമപ്രസാദ് മുഖർജിയുടെയും അതോടൊപ്പം തന്നെ ദീനദയാൽജിയുടെയും ഛായാചിത്രത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഭദ്രദീപം തെളിയിക്കുന്നതോടുകൂടി ഈ മാരാർജി ഭവൻ കേരളത്തിലെ കഴിഞ്ഞിരിക്കുന്നു. ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതിനുശേഷം മാരാർജിയുടെ അർദ്ധകായ പ്രതിമയിൽ എന്തായാലും സംസ്ഥാനത്തുള്ള മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ അഭിവാദ്യം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നത്. അതുകൂടാതെ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് BJP പ്രവർത്തകരെല്ലാവരും തന്നെ ഈ ഒരു കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനത്തെയും അതുകൂടാതെ ആഭ്യന്തരമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിനെയും എല്ലാം തന്നെ നോക്കിക്കാണുന്നത്. വരുന്ന രണ്ട് സുപ്രധാനമായ കേരളത്തിലുണ്ടാകുന്ന തിരഞ്ഞെടുപ്പുകളെ BJP പ്രവർത്തകരും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.